പഞ്ചാരമൂട് കൂട്ടക്കുരുതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക വിവരം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. പെൺ സുഹൃത്ത് ഫർസാനയോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് പഞ്ചാരമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ. പണയം വെക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചതാണ് വൈരാഗ്യത്തിന് കാരണമെന്ന് അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തി. മാതാവ് ഷെമി ആക്രമിച്ച ശേഷം മുറിപ്പൂട്ടി അഫാൻ താക്കോൽ ഫ്ലഷ് ടാങ്കിൽ ഉപേക്ഷിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചെയ്യുന്നു. ഷഫീദ്, കൊലപാതകത്തിന്റെ മോട്ടീവ് സംബന്ധിച്ച് തന്നെ ഒരു നിർണായക വെളിപ്പെടുത്തലാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. സാമ്പത്തിക ബാധ്യത എന്ന മോട്ടീവിൽ നിന്ന് ഒരു വൈരാഗ്യം എന്ന മോട്ടീവിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നു. പെൺ സുഹൃത്ത് അവിടെ കൊല്ലപ്പെട്ട ഫർസാനയോട് ഈ അഫാൻ ഒരു വൈരാഗ്യം ഉണ്ടാകുന്നു. വൈരാഗ്യത്തിന് കാരണം പണയം വെച്ച മാല തിരികെ ചോദിച്ചുള്ള സമ്മർദ്ദം. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ മോട്ടീവ് എന്തെന്നുള്ള കാര്യത്തിൽ പോലീസിന് പലതരത്തിലുള്ള സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ പലതരത്തിലുള്ള കഥകളും പ്രചരിക്കുകയും ചെയ്തു. കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച അഫാന്റെ കുടുംബം എന്തിനാണ് അഫാൻ പെൺസുഹൃത്തായ ഫർസാനെ കൊലപ്പെടുത്തിയതെന്നടക്കമുള്ള കാര്യമായിരുന്നു പിന്നീട് പോലീസിനെ സംബന്ധിച്ച് കണ്ടെത്തേണ്ടിയിരുന്ന ഒരു വിവരം. എന്നാൽ ആ വിവരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലത്തെ തെളിവെടുപ്പിൽ നിർണായകമായിട്ടുള്ള ചില വെളിപ്പെടുത്തൽ അഫാൻ നടത്തി എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അല്പസമയം മുൻപ് ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പാങ്ങോട് സ്റ്റേഷനിലേക്ക് തിരുവനന്തപുരം റൂറൽ എസ് പി തന്നെ നേരിട്ടെത്തി അഫാനെ ചോദ്യം ചെയ്തത്. അതിൽ അഫാൻ പറഞ്ഞിരിക്കുന്നത് ഫർസാനയോട് ഏതെങ്കിലും തരത്തിൽ ഒരു സ്നേഹബന്ധമോ അതല്ലെങ്കിൽ താൻ ഇതൊക്കെ ചെയ്തിട്ട് ജയിലിലേക്ക് പോകുമ്പോൾ ഫർസാന ഒറ്റപ്പെടും എന്നുള്ള ആശങ്കയോ കൊണ്ടല്ല ഫർസാനയെ കൊലപ്പെടുത്താനുള്ള കാരണം എന്നുള്ളത് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം അഫാൻ തന്നെ പറയുന്നു ഫർസാനയോട് തനിക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇന്നലത്തെ തെളിവെടുപ്പിൽ അഫാൻ വ്യക്തമാക്കിയ കാര്യം. അതായത് ഫർസാനയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മാല മുൻപ് അഫാൻ പണയം വെക്കാൻ വേണ്ടി വാങ്ങിയിരുന്നു. എന്നാൽ അത് വീട്ടുകാരറിയാതാണ് ഫർസാന അഫാന് നൽകിയത്. പിന്നീട് ഇത് തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യഘട്ടത്തിൽ അഫാൻ എടുത്തു കൊടുത്ത ഈ മാല തിരിച്ചെടുത്ത് പണയത്തിൽ നിന്ന് തിരിച്ചെടുത്ത് കൊടുത്തിരുന്നില്ല. തുടർന്ന് ഈ പലതരത്തിൽ ഈ വീട്ടിൽ ഈ മാല അഫാന് കൊടുത്ത വിവരം ഫർസാനയുടെ വീട്ടിൽ അറിയുന്ന സാഹചര്യം ഉണ്ടായി. ഫർസാനയുടെ മാതാവ് അത് അറിഞ്ഞു എന്നുള്ള സൂചനകൾ പോലീസിനോട് അഫാൻ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് നിരന്തരം ഫർസാന അഫാനുമേൽ സമ്മർദ്ദം ചെലുത്തി. ഇതിന് പിന്നാലെ ഈ അബ്ദുൾ റഹീം അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ പേരിലുള്ള കാറ് പണയപ്പെടുത്തിയ ആ മാല തിരികെ കൊടുത്തു. ഇതിലടക്കം അതായത് തന്നെ ഇങ്ങനെ സമ്മർദ്ദപ്പെടുത്തിയതിലടക്കം ഫർസാനയോട് അഫാന് കാര്യമായ ദേഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊലപാതക ദിവസം തനിക്ക് ദേഷ്യമുള്ള എല്ലാവരെയും അല്ലെങ്കിൽ തനിക്ക് വൈരാഗ്യമുള്ള തന്നോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച സകലരെയും കൊലപ്പെടുത്താൻ തന്നെയായിരുന്നു അഫാൻ ഉദ്ദേശിച്ചതെന്ന് പോലീസ് ഇപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മാതാവ് ഷെമിക്ക് സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫർസാനെ അഫാൻ പേരുമലയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ്. മാത്രവുമല്ല അക്കാര്യത്തിൽ അഫാന്റെ ഭാഗത്ത് നിന്ന് ആസൂത്രണം നടന്നു. പ്രത്യേകിച്ച് ഈ ലത്തീഫിനെയും ഭാര്യ സാജിദയും ചുള്ളാളത്തെ വീട്ടിലെത്തി കൊലപ്പെടുത്തിയ ശേഷം അവിടെ കാത്തു നിന്നതടക്കം അതേപോലെ തന്നെ ഫർസാനയുമായി നടത്തിയ ചാറ്റിൽ ഫോൺ കോളുകളിലടക്കം പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ഈ ആസൂത്രണം ഫർസാനെയും കൊലപ്പെടുത്തണമെന്നുള്ള മുൻകൂറുള്ള ആസൂത്രണം അത് പെട്ടെന്ന് സംഭവിച്ച കാര്യമല്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് അത് ഈ മാതാവ് ഷെമിയെ ആക്രമിച്ച ശേഷം മുറിയിൽ പൂട്ടിയിടുന്നു. ആ പൂട്ടിയിട്ട ശേഷം ആ താക്കോൽ അഫാൻ പേരുമലയിലെ വീട്ടിലെ മറ്റൊരു ബാത്റൂമിന്റെ ഫ്ലഷ് ടാങ്കിൽ ഒളിപ്പിച്ചു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അഫാൻ അത് ഒളിപ്പിച്ചത് തന്നെ ഈ കൊലപാതക വിവരം ഒളിപ്പിച്ച തനിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത പരിശോധിക്കുകയായിരുന്നോ എന്നുള്ള സംശയം ഇപ്പോൾ പോലീസിനുണ്ട്. ഏതായാലും ഇന്നലെ പേരുമലയിൽ അഫാനുമായി നടത്തിയ തെളിവെടുപ്പിൽ ഈ ഫ്ലഷ് ടാങ്കിൽ നിന്ന് അതായത് ബാത്റൂമിലെ ഫ്ലഷ് ടാങ്കിൽ നിന്ന് ഈ താക്കോൽ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ ചില സംശയങ്ങൾ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇന്ന് നടത്തിയിട്ടുണ്ട്. ഏതായാലും ഈ രണ്ട് പുതിയ വിവരങ്ങൾ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നതാണ്. അല്പസമയത്തിനുള്ളിൽ അഫാനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. 4 പ്രധാനപ്പെട്ട കൊലപാതക കേസുകൾ അത് വെഞ്ഞാറമൂട് പോലീസാണ് അന്വേഷിക്കേണ്ടത്. അവർ തൊട്ടടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ ഈ പുതിയ വിഷയങ്ങളിലടക്കം അഫാനോട് വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് തിരുവനന്തപുരം റൂറൽ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. ഒരു വിവരം കൂടി പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് അഫാന്റെ പേരിൽ തന്നെ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള 2 ബൈക്കുകൾ ഉണ്ടായിരുന്നു. ഒരു ബുള്ളറ്റും അതേപോലെ തന്നെ മറ്റൊരു സ്കൂട്ടർ ഒരു ലക്ഷറി സ്കൂട്ടറും ഉണ്ടായിരുന്നു. ഇത് രണ്ടും വിൽക്കാൻ ഏതെങ്കിലും തരത്തിൽ ഈ കടബാധ്യത പെരുകിയപ്പോൾ അഫാൻ തയ്യാറായില്ല എന്നുള്ള വെളിപ്പെടുത്തൽ അഫാൻ നടത്തിയിട്ടുണ്ട്. ഇന്ന് രണ്ടാമത്തെ കാര്യം 40 ലക്ഷം രൂപയുടെ കടം ആ കുടുംബത്തിനുണ്ടായിരുന്നു എന്നുള്ളതും ഈ കഴിഞ്ഞ 2 ദിവസത്തിലെ കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. കാരണം ഈ 40 ലക്ഷം രൂപ കടമുണ്ടാകാൻ കാരണം ഈ കുടുംബം ചില ബിസിനസ്സുകൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഒരു മുട്ടക്കച്ചവടം അങ്ങനെ ഒരു ഹോൾസെയിൽ പരിപാടി അടക്കം ആലോചിച്ചിരുന്നു. അഫാൻ സ്വന്തം ഇനിഷ്യേറ്റീവിൽ ചില ബിസിനസ്സുകൾ നടത്തിയിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി പോലീസിനോട് ഇയാൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സാമ്പത്തിക ബാധ്യതയിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എന്നുള്ള കാര്യം കൂടി ഇന്നലത്തെ തെളിവെടുപ്പിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. സുഹൈൽ.